പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സൂര്യ. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ മാൽദീവ്സിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ആദ്യമായിട്ട് 2023 ഓൺലൈൻ ഉടമ്പടി എടുത്തു. അതിനുശേഷം ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി മെയ്യിലെടുത്തു. ജൂൺ 1 ഞാൻ OET എക്സാം എഴുതി. എൻ്റെ 3rd അറ്റംപ്റ്റ് ആയിരുന്നു. എക്സാം എഴുതി റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ മാലിക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് 3 മൊഡ്യൂൾ കിട്ടി. റീഡിങ് പോയി. ഞാൻ എപ്പോൾ എഴുതിയാലും എനിക്ക് റീഡിങ് മാത്രം പോകും. 3ാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ വെഞ്ചരിച്ച കാശ് രൂപം തരികയും ആ കാശ് രൂപം വെച്ചാണ് ഞാൻ എക്സാം എഴുതിയത്. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രേക്ഷിത പ്രവർത്തനങ്ങളോ കാരുണ്യ പ്രവർത്തനങ്ങളോ ഒന്നും വേണ്ട വിധത്തിൽ ചെയ്തിരുന്നില്ല. അതിനുശേഷം ഞാൻ കഴിഞ്ഞ ദിവസം ഈ മാസം 10-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ 14-ാം തീയതി OET എക്സാം 4th അറ്റംപ്റ്റ് എഴുതി. എനിക്ക് റീഡിങ് ഭയങ്കര ടഫായിരുന്നു. റീഡിങ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഡള്ളായി. എനിക്ക് പിന്നെ അടുത്ത റൈറ്റിങ്ങോ സ്പീക്കിങ്ങോ ഒന്നും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് പോലും ഇല്ലായിരുന്നു. റീഡിങ് കഴിഞ്ഞിട്ടുള്ള മൊഡ്യൂൾ റൈറ്റിംഗ് ആയിരുന്നു. പക്ഷേ റൈറ്റിങ്ങിൻ്റെ കാൻഡിഡേറ്റ് നമ്പർ പോലും ഞാൻ എഴുതാൻ മറന്നുപോയി. റീഡിങ്ങിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് എന്നെ ഇൻവിജിലേറ്റർ വന്ന് തട്ടി, ഇതെന്താ കാൻഡിഡേറ്റ് നമ്പർ എഴുതാത്തേ എന്ന് അവർ ചോദിക്കുമ്പോഴാണ് ഞാൻ ആ കാൻഡിഡേറ്റ് നമ്പർ എഴുതുന്ന കാര്യം പോലും ഓർത്തത്. എങ്ങനെയോ ആ എക്സാം 4 എണ്ണം കഴിഞ്ഞു. ഞാൻ മറ്റന്നാൾ മാലിക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് പോയപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു, മാതാവേ, എനിക്ക് ഇത്തവണ കിട്ടുവാണെങ്കിൽ ഞാൻ എങ്ങനെ വന്ന് സാക്ഷ്യം പറയും? എൻ്റെ ആനുവൽ ലീവും തീർന്നു, ഫാമിലി റെസ്പോൺസിബിൾ ലീവും തീർന്നു, ഇനി എനിക്ക് അടുത്ത മെയിൽ മാത്രമേ വരാൻ പറ്റൂ എന്ന് പറഞ്ഞായിരുന്നു. ആക്ച്വലി ഇത്തവണത്തെ എക്സാം ഇന്നലെ റിസൾട്ട് വന്ന എക്സാമിൻ്റെ റിസൾട്ട് ഒക്ടോബർ 1 പബ്ലിഷ് ചെയ്യേണ്ടിയിരുന്നത്. ഇന്നലെ ഒരു 11 മണിയായപ്പം ഇവിടുത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ ദിവസമായിരുന്നു ചൊവ്വാഴ്ച. ആ ചൊവ്വാഴ്ച ഇന്നലെ ഒരു 10 മണിയായപ്പം എനിക്ക് മെയിൽ വന്നു, നിങ്ങളുടെ റിസൾട്ട് OET പോർട്ടലിൽ അവൈലബിൾ ആണ്, നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാൻ അന്നേരം റിസൾട്ട് നോക്കിയില്ല. ഉടമ്പടി ധ്യാനം മുഴുവൻ പങ്കെടുത്തതിന് ശേഷം ഞാൻ തിരുവചനം എടുത്തു വായിച്ചു. അതിനുശേഷമാണ് ഞാൻ റിസൾട്ട് നോക്കിയത്. ഒരിക്കലും കിട്ടാതിരുന്ന റീഡിങ്ങിന് എനിക്ക് കറക്റ്റ് 300-ഉം ബാക്കി 3 മൊഡ്യൂളിനും B ഗ്രേഡും അയർലൻഡ് സ്കോർ തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. 2ാമത്തെ സാക്ഷ്യം, എൻ്റെ മോള് 3ാമത്തെ കുട്ടിയാണ്. മോളെ പ്രഗ്നൻ്റായ സമയത്ത് പ്രഗ്നൻസി പോസിറ്റീവാണെന്നറിഞ്ഞ് ഞാൻ മാലിക്ക് പോയതാണ്. സാധാരണ 32 വീക്സ് ആകുമ്പോൾ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് വരണം, അങ്ങനെയാണ് ഫ്ലൈറ്റിൻ്റെ നിയമങ്ങളൊക്കെ. പക്ഷേ ഞാൻ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് വേറെ ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല, എന്നെ കുറച്ച് നാളും കൂടെ നിർത്താമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഡോക്ടർ എന്നെ 36 ആഴ്ച വരെ നിർത്തി. നാട്ടിൽ വന്ന് സ്കാൻ ചെയ്തപ്പോൾ 36 വീക്സ് ഓഫ് പ്രഗ്നൻസി എന്നാണ് വന്നത്. ഈ 9 മന്ത്സിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞാനൊരു സിക്ക് ലീവ് എടുക്കുകയോ സിക്കാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. മാതാവ് വഴി നടത്തി. അങ്ങനെ എനിക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിച്ചു. എൻ്റെ ആദ്യത്തെ 2 കുട്ടികളും ഒരു ഫുൾ ഡേ ഞാൻ ലേബർ പെയിൻ എടുത്താണ് എനിക്ക് ആ കുഞ്ഞുങ്ങളുണ്ടായത്. പക്ഷേ ഇത്തവണ എൻ്റെ മോള് വെറും 2 hours കൊണ്ട് ഞാൻ ഡെലിവറി ആയി. അത് എൻ്റെ കുടുംബത്തിനും എനിക്കും ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ്. 3ാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മാതാപിതാക്കൾക്ക് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച ഒരു വീടിനെ പറ്റിയാണ്. 7 വർഷമായിട്ട് എൻ്റെ അമ്മ പഞ്ചായത്ത് കയറി ഇറങ്ങുകയാണ് ഒരു വീടിന് വേണ്ടിയിട്ട്. ഞങ്ങൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ അമ്മേനെ പഞ്ചായത്തിൽ നിന്ന് വിളിക്കുകയും 1 ലക്ഷം രൂപ ആദ്യത്തെ ഗഡുവായിട്ട് അമ്മയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുകയും ചെയ്തു. അതിനുശേഷം പലരിലൂടെയും പള്ളിയിൽ നിന്നുമൊക്കെ ഒരുപാട് സഹായം ലഭിച്ച് ഞങ്ങൾക്ക് ആ വീട് പണി പൂർത്തിയാക്കാൻ പറ്റി. ഈ കഴിഞ്ഞ ഞായറാഴ്ച ആ വീടിൻ്റെ കയറി താമസമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ആദ്യത്തെ കവാടത്തിൽ മാതാവിൻ്റെ രൂപമാണ് വെച്ചിരിക്കുന്നത്. അമ്മ എല്ലാവരോടും പറയും, ഞങ്ങൾക്ക് മാതാവ് തന്ന ഒരു വീടാണെന്ന്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ഇവിടുന്ന് പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കി ഇവിടുന്ന് തന്നെ തുടങ്ങി. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, പത്രം കൊടുക്കുന്നവരിൽ മാതാവെ അലക്ഷ്യമായിട്ടൊന്നും ചെയ്യാതെ അവിടുന്ന് കാണിച്ചു തരുന്നവർക്കൊക്കെ പത്രം കൊടുക്കാൻ എന്നെ അനുവദിക്കണമേ എന്ന്. ചിലർക്ക് ഞാൻ കൊടുക്കാൻ പോയാലും എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ പത്രം മുഴുവനും ഓരോരുത്തർ പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പറഞ്ഞ് മാതാവിനെ പറ്റി പറഞ്ഞ് എല്ലാവർക്കും പത്രം കൊടുക്കുകയും എന്നാലാവുന്ന കാരുണ്യ പ്രവർത്തികളെല്ലാവരെയും കാണുകയും വീടുകളിൽ കിടക്കുന്ന കിടപ്പ് രോഗികളെ പോയി കാണുകയും അങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി ഇത്തവണ. പിന്നെ പ്രെയർ ആണെങ്കിൽ രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ബൈബിൾ വായനയിലൂടെ ഒത്തിരി ആത്മീയമായിട്ട് ഈശോയിലേക്ക് അടുക്കാനും ആത്മീയ സംതൃപ്തി ലഭിക്കാനും സാധിച്ചു.
അതുകൂടാതെ ഞങ്ങളുടെ മാൽദീവ്സിൽ ഞങ്ങൾ 5 പേരടങ്ങുന്ന ചെറിയൊരു കൂട്ടായ്മയുണ്ട്. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് വിളിച്ച് കർത്താവിൻ്റെ മാലാഖ ചെല്ലും. 7 മണിക്ക് ഞങ്ങൾ 5 പേരും വിളിച്ച് ചെറിയൊരു പ്രെയർ നടത്തും, ബൈബിൾ റീഡിങ് ചെയ്യും. അങ്ങനെയൊക്കെ ഈശോ വഴി നടത്തി. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകം 33-ാം അധ്യായം 11-ാം തിരുവചനം. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. സൂര്യ ശിവദാസ് എന്ന ഈ മകൾ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ജീവിതത്തിൽ ലഭിച്ച വിവിധ നന്മകളെ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളുടെ OET പരീക്ഷയിലുള്ള തുടർച്ചയായ പരാജയങ്ങളും അത് ഉടമ്പടി എടുത്തതിന് ശേഷം 5ാമത് എഴുതുമ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ പൂർണ്ണമായി ആ പരീക്ഷാ ദിനങ്ങളെയും പരീക്ഷയെയും സമർപ്പിക്കുകയും ചെയ്ത് പ്രാർത്ഥിച്ചതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, ഏറെ ക്ലേശപൂർണമായിരുന്നു പരീക്ഷകൾ, ഏറെ ബുദ്ധിമുട്ടിയാണ് അതിൻ്റെ ഓരോ പരീക്ഷയും എഴുതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ പരീക്ഷ വളരെയധികം പ്രയാസമായിരുന്നതുകൊണ്ട് 2ാമത്തെ എഴുതി തുടങ്ങിയപ്പോൾ കാൻഡിഡേറ്റ് നമ്പർ പോലും എഴുതാതെ ഞാൻ ആകെ ഒരു പരിഭ്രമത്തിലായിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, പരിശുദ്ധമ്മ നമ്മളെ എപ്പോഴും ശാന്തതയിലേക്കും സംരക്ഷണയിലേക്കും നയിക്കുന്ന വലിയ സാന്നിധ്യമാണ്. അമ്മ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണയിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ കഴിവല്ല, അമ്മ മാതാവ് ദൈവസന്നിധിയിലുള്ള കൃപയുടെ നിറവാണ് എനിക്ക് ഈ പരീക്ഷ എഴുതുവാനുള്ള തുണയെന്ന് ആഗ്രഹത്തോടെ പൂർണ്ണമായ ബോധ്യത്തോടു കൂടി പറഞ്ഞുകൊണ്ടാണ് മകൾ ആ പരീക്ഷയിൽ പങ്കുചേരുക. മറ്റൊന്നുകൂടി മകൾ പരീക്ഷ എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ വിദേശത്ത് പോകുന്നതിന് മുമ്പ് ഒന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ എനിക്കൊരവസരം കിട്ടണമെന്ന്. ഒക്ടോബർ 1 എന്ന തീയതിയിൽ അത് റിസൾട്ട് വരുമെന്ന് അത് പരസ്യമായി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മകൾക്ക് ഇന്നലെ ഏതാണ്ട് ഒരാഴ്ച മുമ്പ് റിസൾട്ട് ലഭിക്കുകയും അത് ഉടമ്പടി ധ്യാനം കൂടിയതിന് ശേഷം വചനം വായിച്ച് ഈ റിസൾട്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് ഈ വിജയം അല്ലെങ്കിൽ ഈ റിസൾട്ട് എനിക്ക് തരുന്നത് അമ്മ മാതാവും തിരുക്കുമാരനുമാണെന്ന് ഉറപ്പിച്ച് മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ആ റിസൾട്ട് എന്തെന്ന് പരിശോധിക്കുകയും വിജയം കണ്ട് സന്തോഷിക്കുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, നമ്മൾ എത്രത്തോളം ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ പരിശുദ്ധമ്മയ്ക്കും തിരുക്കുമാരനും ഇടം ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട്, പ്രാധാന്യം ജീവിതത്തിൽ കൊടുക്കുന്നുണ്ട്. മകളൊരു അക്രൈസ്തവ സഹോദരിയാണെങ്കിലും മകൾ ഓരോ നിമിഷവും എത്ര കണ്ട് ശിശുസഹജമായ നൈർമല്യത്തോടു കൂടി അമ്മയുടെ തണലിൽ കരുതലിൽ ജീവിതത്തെ സമർപ്പിക്കുകയും ഓരോ കാര്യവും എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കുമെന്ന പ്രത്യാശയോടെ ജീവിക്കുകയും ചെയ്യുന്നു. 3ാമത്തെ കുഞ്ഞ് ഉദരത്തിൽ ഉരുവാകുമ്പോഴാണ് മകൾ വിദേശത്ത് ജോലിക്ക് വേണ്ടി പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ സുരക്ഷിതമായി ശാരീരിക അസ്വസ്ഥതകളില്ലാതെ ജോലിയെടുക്കുവാനുള്ള കൃപ കൊടുത്തതും വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ പ്രസവ സമയത്ത് അതിൻ്റെ വേദനകളെ കുറച്ചു കൊടുത്തുകൊണ്ട് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ മകൾക്ക് നൽകിയതിനെയും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ കുടുംബത്തിന് വേണ്ടി ഒരു ഭവനത്തിലുള്ള മാതാപിതാക്കളുടെ വലിയ പ്രാർത്ഥന ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അമ്മ മാതാവ് സാധിച്ചു കൊടുത്തതിനെയും സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ലഭിക്കുന്ന 2-3 സന്ദേശങ്ങൾ. ആദ്യത്തേത്, അമ്മ മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. അറിഞ്ഞുകൊണ്ട് ആഗ്രഹത്തോടെ കൊടുക്കുന്ന നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ കൊടുത്ത് എത്രയും വേഗം നമ്മുടെ ജീവിതത്തെ അതിൻ്റെ ഭാരങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി സമയം ചുരുക്കി അമ്മ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. 2ാമത്തേത്, അമ്മ മാതാവ് കണ്ണീര് കാണുകയും അലച്ചിലുകൾ അറിയുകയും ചെയ്യുന്ന അമ്മയാണ്. അതുകൊണ്ട് എത്ര വലിയ ഹൃദയഭാരമാണെങ്കിലും എത്ര കണ്ണീരോടുകൂടെയാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിലും അമ്മ മാതാവ് അത് ആനന്ദക്കണ്ണീരാക്കി മാറ്റുന്ന, അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാക്കി മാറ്റുന്ന അനുഭവങ്ങൾ നമുക്ക് തരുമെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. വിശ്വാസത്തോടെ ഉടമ്പടി ജീവിതം നമുക്ക് തുടരുവാൻ ഓരോ ദിനവും പരിശ്രമിക്കാം. മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.